എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനായിട്ട് രാജീവ് ചന്ദ്രശേഖർ വരുമെന്നുള്ളൊരു വാർത്ത കുറച്ച് ദിവസം മുന്നേ പുറത്തു വന്നിരുന്നു. ഇതിനിടയിലേക്കാണ് ഏഷ്യാനെറ്റ് വിഷയവും സിന്ധു സൂര്യകുമാർ വിഷയവുമൊക്കെ കടന്നു വരുന്നത്. അപ്പോൾ മൊത്തത്തിൽ രാജീവ് ചന്ദ്രശേഖറിൻ്റെ സാധ്യത എല്ലാം അടഞ്ഞിരിക്കുകയാണ്. ബി.ജെ.പി. സംസ്ഥാന പ്രസിഡന്റ് ആവാനുള്ള സാധ്യത എല്ലാം അടഞ്ഞിരിക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തു കൂടിയായ പ്രതീഷ് വിശ്വനാഥ്, അതായത് പ്രതീഷ് വിശ്വനാഥിനെ സംബന്ധിച്ചിടത്തോളം പ്രതീഷ് വിശ്വനാഥിനെ സാക്ഷാൽ നരേന്ദ്രമോദിയും അമിത്ഷായും നേരിട്ട് വിളിക്കാൻ അത്രത്തോളം പവർഫുൾ ആയ ഒരു വ്യക്തിയാണ് പ്രതീഷ് വിശ്വനാഥ്. ആ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് മത്സരിക്കുമ്പോൾ വലങ്കയ്യെ നിന്നിട്ട് എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്ത ഒരാളാണ് പ്രതീഷ് വിശ്വനാഥ്. ആ പ്രതീഷ് വിശ്വനാഥും രാജീവ് ചന്ദ്രശേഖരനെ കൈവിട്ടു എന്നുള്ള വളരെ സുപ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പ്രതീഷ് വിശ്വനാഥ് കേന്ദ്ര സർക്കാരിന് പരാതി നൽകിയിരിക്കുകയാണ് ഏഷ്യാനെറ്റിനെതിരെ. അതായത് ഏഷ്യാനെറ്റ് ഹിന്ദു വിരുദ്ധത പ്രകടിപ്പിച്ചു, ഹൈന്ദവരെ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞ് പരാതിപ്പെട്ടിരിക്കുകയാണ് പ്രതീഷ് വിശ്വനാഥ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനാകുന്ന എല്ലാ വഴിയും അടഞ്ഞു എന്ന് തന്നെ വേണം പറയാൻ. രാജീവ് ചന്ദ്രശേഖരനെതിരെ കേരളത്തിലെ നേതാക്കൾ ഒരുപാട് പരാതി അയച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ഉണ്ടല്ലോ ഈ സുരേന്ദ്രൻ തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. അതായത് സോറോസിന് വേണ്ടും സുഡാപ്പി ഫണ്ടൊക്കെ സ്വീകരിക്കുന്ന ആൾക്കാരാണ് ഏഷ്യാനെറ്റിൽ ഇരിക്കുന്നത് എന്നാണ്. അതായത് അതിൻ്റെ ഓണർ ഒരു ബി.ജെ.പി. നേതാവാണ്. ഈ രാജീവ് ചന്ദ്രശേഖറാണ് അതിൻ്റെ ഓണർ എന്ന് ആലോചിക്കണം. അപ്പോൾ വളരെ ഗൗരവമുള്ള കാര്യമാണ് ഇത്. കേരളത്തിലെ നേതാക്കന്മാരും എന്താ പറയുക സംസ്ഥാന അധ്യക്ഷൻ തന്നെ സാക്ഷാൽ നരേന്ദ്രമോദിയുടെ ടേബിളിൽ എത്തിച്ചു ഈ വിഷയം. അപ്പോൾ ഇപ്പോൾ ഇനി ഉണ്ടാകാൻ പോകുന്നത് എന്താണെന്നറിയോ? അതായത് നരേന്ദ്രമോദിയെ അമിത്ഷായ്ക്ക് ഏകദേശം രാജീവ് ചന്ദ്രശേഖരനെ സംസ്ഥാന അധ്യക്ഷനാക്കാൻ വിചാരിച്ചതാണ്. ഇപ്പോൾ മൊത്തത്തിൽ ആ വിഷയങ്ങളൊക്കെ ആ വഴിയെല്ലാം അടഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പം ചിലപ്പോൾ ഉണ്ടല്ലോ ഇനി ഇയാൾ വളരെ കുറച്ച് കടുത്ത നടപടിയിലേക്ക് നീങ്ങിയില്ലെങ്കിൽ, അതായത് സിന്ധു സൂര്യകുമാറിനെയും ഏഷ്യാനെറ്റിൽ നിന്ന് പുറത്താക്കില്ല, അങ്ങനെ കടുത്ത നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ബി.ജെ.പി. നേതാക്കന്മാർ തന്നെ എന്താ പറയുക ഇയാൾ സൈഡ് ലൈൻ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സാക്ഷാൽ നരേന്ദ്രമോദി തന്നെ ഇയാളെ സൈഡ് ലൈൻ ചെയ്യാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. അതായത് കേസ് ശശി തരൂർ പാർട്ടി വിടുകയാണെങ്കിൽ അവിടെ തിരുവനന്തപുരത്ത് ബൈ ഇലക്ഷൻ നടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ മത്സരിക്കാൻ സാധ്യതയുള്ള ഒരാൾ കൂടിയാണ് രാജീവ് ചന്ദ്രശേഖർ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഒരു അവസരത്തിൽ എന്താ പറയുക നരേന്ദ്രമോദിയും അമിത്ഷായും ചിലപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ അവിടെ മത്സരിക്കാൻ സീറ്റ് കൊടുത്തേക്കില്ല. അത്രത്തോളം ജനരോഷമുണ്ട് ഈ രാജീവ് ചന്ദ്രശേഖരനെതിരെ ഈ ഏഷ്യാനെറ്റ് വിഷയത്തിൽ. ഇദ്ദേഹം ഉണ്ടല്ലോ വളരെ ഒരു തലോടിക്കൊണ്ടായിരുന്ന ഒരു തലോടി, അതായത് സിന്ധു സൂര്യകുമാറിനെയും ഏഷ്യാനെറ്റിനൊക്കെ വളരെ നൈസായിട്ട് തലോടുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ചെയ്തത്. അതായത് വളരെ കടുത്ത നടപടികൾ സ്വീകരിച്ചില്ല. ഈ സിന്ധു സൂര്യകുമാർ എന്ന് പറയുന്ന വ്യക്തി ഹിന്ദുത്വത്തെയും കേരളത്തിലെ ബി.ജെ.പി. നേതാക്കന്മാരെയും മൊത്തത്തിൽ സനാതനധർമ്മത്തെയും ഒക്കെ തൻ്റെ കവർ സ്റ്റോറി എന്ന് പറയുന്ന പരിപാടിയുടെ അപമാനിച്ചിട്ട് ഒരക്ഷരം ഉരിയാടിയില്ല. ഇത് കാലാകാലങ്ങളായിട്ട് ഈ സ്ത്രീ ഈ ചാനലിരുന്നുകൊണ്ട് ഇത് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെതിരെ ഒരു അക്ഷരം പറഞ്ഞില്ല. അതായത് ഇദ്ദേഹം പറയുന്ന ഇദ്ദേഹത്തിൻ്റെ ഭാഷയിൽ ഏഷ്യാനെറ്റ് ന്യൂസ് എന്ന് പറയുന്നൊരു ബിസിനസ് എൻറ്റിറ്റിയാണ്, ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റിയാണ്. അതിൻ്റെ എന്താ പറയുക ഈ ന്യൂസ് ബോർഡിൽ എനിക്ക് അധികം കൈകടത്താൻ പറ്റില്ല, അവരെ നിയന്ത്രിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതിനുശേഷം ഈ വിവാദം ഉണ്ടായതിനു ശേഷം ഉണ്ടല്ലോ വളരെ അണികൾക്കിടയിൽ നിന്ന് ബി.ജെ.പി. നേതാക്കന്മാരുടെ ഇടയിൽ നിന്നും സാധാരണക്കാരുടെ അണികൾക്കിടയിൽ നിന്നും വളരെ പ്രതിഷേധം ഉണ്ടായിരുന്നു. അതിനുശേഷം ഇയാൾ ആദ്യം എക്സിൽ ഒരു കാര്യം പോസ്റ്റ് ചെയ്തു. അതായത് ഈ പരിപാടി സാധാരണക്കാരെ ഹിന്ദുക്കളെ വികാരം വ്രണപ്പെടുത്തി എന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മെച്ചമായ രീതിയിൽ, അതായത് വളരെ നൈസായിട്ട് തലോടുന്ന രീതിയിൽ. അതായത് ഇയാളൊരു ചാനൽ മുതലാളിയല്ലേ, ഈ മുതലാളിക്ക് വേണമെങ്കിൽ ഈ തൊഴിലാളികളോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ല, അവരുടെ എഡിറ്റോറിയൽ ബോർഡിൻ്റെ അടുത്ത് പറയാൻ പാടില്ല, ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയാൻ പാടില്ലേ, പിന്നെ എന്ത് മുതലാളിയാണെന്ന് ഇയാൾ. അപ്പോൾ ഇത് തന്നെയാണ് കേരളത്തിലെ ജനങ്ങൾ, തിരുവനന്തപുരത്തെ ജനങ്ങളും ചിന്തിക്കുന്നത്. അതായത് വെറുതെ അല്ല ഇയാൾ അവിടെ തിരുവനന്തപുരത്ത് തോറ്റത്, വെറും 15,000 വോട്ടിനാണ് തോറ്റത്. അപ്പോൾ അവിടുന്ന് പുറത്തു വരുന്ന റിപ്പോർട്ട് പ്രകാരം സാക്ഷാൽ കോർ ബി.ജെ.പിക്കാർ, കോർ RSSകാർ ഏകദേശം 10,000 വോട്ട് ഇദ്ദേഹത്തിന് ചെയ്തില്ലത്രേ. എന്തുകൊണ്ടാണെന്നറിയോ? ഈ ഏഷ്യാനെറ്റിൻ്റെ നിലപാട് കാരണം. ഈ ഏഷ്യാനെറ്റ് അതായത് തെരഞ്ഞെടുപ്പ് 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ രാജീവ് ചന്ദ്രശേഖരനെതിരെ ഏറ്റവും കൂടുതൽ ക്യാമ്പയിൻ ചെയ്തത് ഏഷ്യാനെറ്റ് ആയിരുന്നു. ബി.ജെ.പിക്കെതിരെ ഏറ്റവും കൂടുതൽ ക്യാമ്പയിൻ ചെയ്തത് ഏഷ്യാനെറ്റ് ആയിരുന്നു. എന്നിട്ട് ഇയാൾ ഒരു അക്ഷരം മിണ്ടിയില്ല. ഇയാളെ സ്വന്തം മുതലാളിയെ തോൽപ്പിക്കാൻ വേണ്ടി ഏഷ്യാനെറ്റ് അഹോരാത്രം പ്രവർത്തിച്ചു. അതൊക്കെ ശരിക്കും തിരുവനന്തപുരത്ത് ബി.ജെ.പി. പ്രവർത്തകരുടെ സാധാരണ പ്രവർത്തകർക്കിടയിൽ പ്രത്യേകിച്ച് RSSകാർക്കിടയിലൊക്കെ ഭയങ്കരമായിട്ടുള്ള ഇതുണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഏകദേശം 10,000 വോട്ട് പോലും പോൾ ചെയ്തില്ല. അതായത് ബി.ജെ.പിക്ക് കിട്ടേണ്ട 10,000 വോട്ട് പോൾ ചെയ്തില്ല. അത് ഈ എതിർപ്പ് കാരണമാണ്. അതായത് ഇയാളുടെ ഉടമസ്ഥയിലുള്ള ഏഷ്യാനെറ്റ് കേരളത്തിൽ ബി.ജെ.പിയെ അതായത് കാസർഗോഡ് 20 മണ്ഡലങ്ങളിൽ തോൽപ്പിക്കാൻ വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്നു. അപ്പോൾ ഇയാൾക്ക് ഒരു അക്ഷരം പറഞ്ഞൂടെ? അറ്റ്ലീസ്റ്റ് ഹെയ്റ്റ് ക്യാമ്പയിൻ ചെയ്യാൻ പാടില്ല എന്ന് ഒരു നിർദ്ദേശം കൊടുത്തൂടെ? ഒന്നും ചെയ്തില്ല. ഇത് തന്നെയാണ് നേരത്തെ പറഞ്ഞ കാര്യം, പോൾ ചെയ്യാത്ത 10,000 വോട്ടുകൾ ഇത് തന്നെയാണ് കാരണം. അതൊക്കെ കൊണ്ടാണ് അവിടെ രാജീവ് ചന്ദ്രശേഖർ തോറ്റത് നന്നായി എന്ന് ഇപ്പോൾ തോന്നുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇയാളൊരു അവിടുന്ന് ജയിച്ചിട്ടെങ്കിൽ ഇയാൾ ഇതാകും, എന്താണ് മന്ത്രിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് ഈ ഏഷ്യാനെറ്റിൻ്റെ ആൾക്കാർ ജാട എന്തായിരിക്കും? ഇവർക്ക് ഒരു ധാരണയുണ്ട്, തങ്ങൾ ഇവിടെ എന്ത് കാണിച്ചു കഴിഞ്ഞാലും ആരും ഒന്നും ചെയ്യില്ല. അതായത് നമ്മുടെ ഓണർ കേന്ദ്രം നരേന്ദ്രമോദിയുടെ അടുത്ത ആളാണെന്നുള്ള തോന്നലാവാം ഇവർക്ക് ഇത്തരത്തിൽ ധൈര്യം കൊടുക്കുന്നത്, സിന്ധു സൂര്യകുമാറിനും മറ്റേ ഇവർക്കൊക്കെ. അപ്പോൾ അതൊക്കെ കൊണ്ടുവരാണ് നിരന്തരം ഇങ്ങനെ ഹൈന്ദവരെ അപമാനിക്കുന്നത്. അപ്പോൾ എന്താ ഉണ്ടായത്? തൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് തന്നെ കടക്കൽ തന്നെ കത്തിവെച്ചിരിക്കുകയാണ് ഈ സിന്ധു സൂര്യകുമാർ.
ഇപ്പോൾ എന്താ ഉണ്ടായത്? BJPയുടെ സംസ്ഥാന അധ്യക്ഷനാവാനിരിക്കുന്ന ഒരു ഘട്ടം വന്നിരുന്നു. അതായത് ഏകദേശം നരേന്ദ്രമോദി പ്രഖ്യാപിക്കുന്നതിനടുത്തെത്തിയിരുന്നു ഈ രാജീവ് ചന്ദ്രശേഖരനായിരിക്കണം സംസ്ഥാന അധ്യക്ഷനായിട്ട് എന്ന്. ഇപ്പോൾ എല്ലാം തകിടം പറഞ്ഞില്ലേ? അതായത് ഒരുപാട് പരാതി കേരളത്തിൽ നിന്ന് മാത്രമല്ല, കേരളത്തിൽ നിന്ന് പുറത്തുള്ള ആൾക്കാരും ഏഷ്യാനെറ്റിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്. ഈ പ്രത്യേകിച്ച് കുംഭമേളയെക്കുറിച്ച് വളരെ മ്ലേച്ഛമായ രീതിയിൽ ഇത് റിപ്പോർട്ട് ചെയ്തപ്പോൾ, പരിപാടി ചെയ്തപ്പോൾ അതിൻ്റെ വീഡിയോ സഹിതം എന്താ പറയുക കേന്ദ്ര മന്ത്രിസഭയ്ക്ക് വേണ്ടിയിട്ടുണ്ട്, കേന്ദ്ര സർക്കാരിന് പരാതി പോയിട്ടുണ്ട്. കേരളത്തിൽ മാത്രമല്ല, കേരളത്തിലെ ഒരുപാട് BJP നേതാക്കന്മാർ ഇവർ മുമ്പ് ചെയ്ത പല കാര്യങ്ങളും BJP അതായത് രാജ്യത്തെ താറടിക്കുന്ന തരത്തിലുള്ള പല കാര്യങ്ങൾ ചെയ്തിട്ട് വീഡിയോ സഹിതം കേന്ദ്ര സർക്കാരിന് പരാതിപ്പെട്ടിട്ടുണ്ട്. അത് മോദിയുടെ ടേബിൾ തന്നെ എത്തിയിട്ടുണ്ട്. നമുക്കറിയാം കുറച്ച് ഏകദേശം 2 വർഷം മുന്നേ എന്താ പറയുക ഏഷ്യാനെറ്റ് നിരോധിച്ചെന്ന് വെച്ചാൽ ഏകദേശം ഒരു ദിവസം നിരോധിച്ചിരുന്നു. അപ്പോൾ 2ാമത്തെ ദിവസം തന്നെ ഇവിടുത്തെ സ്വാധീനം ഉപയോഗിച്ചിട്ട് ആ നിരോധനം എടുത്തു കളഞ്ഞു. അപ്പോൾ ഇത്തരത്തിലുള്ള കേന്ദ്ര സർക്കാർ സ്വാധീനമുള്ള ഒരാൾ ഓണറായിരിക്കുന്ന ഒരു ചാനൽ നിരന്തരം കേന്ദ്ര സർക്കാരിനെതിരെ പറയുന്നു, BJPക്കെതിരെ പറയുന്നു. അതുമാത്രമല്ല ഹിന്ദുക്കളെ അപമാനിക്കുന്നു, ഹിന്ദുക്കളെ ടാർഗറ്റ് ചെയ്തിട്ടാണ് ആ പരിപാടിയിൽ. ഈ കവർ സ്റ്റോറി എന്ന് പറയുന്ന പരിപാടിയിൽ പറയുകയാണ്, അതായത് ഇത്രത്തോളം സാക്ഷരതയുള്ള കേരളത്തിൽ നിന്ന് പോലും ഒരുപാട് ആൾക്കാർ കുംഭമേളയിൽ പോയി. അപ്പോൾ അവരെന്താ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്? ഈ കുംഭമേളയിൽ പങ്കെടുത്ത് ഏകദേശം 65 കോടി ജനങ്ങൾ പങ്കെടുത്തു. ഈ 65 കോടി അത് കേരളത്തിൽ നിന്ന്, അത് 65 കോടി ജനങ്ങളും അക്ഷരാഭ്യാസം ഇല്ലാത്ത, വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാർ മാത്രമാണ് അവിടെ പോകുന്നതെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പറയട്ടെ, എന്താ പറയുക, അവിടെ ഒരുപാട് സെലിബ്രിറ്റീസ് വന്നിരുന്നു, സയൻറ്റിസ്റ്റുകൾ വന്നിരുന്നു. അതായത് ഒരുപാട് വിദേശത്തുള്ള ബിസിനസ് സ്കൂളുകൾ, അവിടെ മാനേജ്മെൻറ്റ്, ഈ കുംഭമേളയുടെ മാനേജ്മെൻറ്റ്, ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഇതൊക്കെ പഠിക്കാൻ വേണ്ടി ഒരുപാട് ടീമിനൊക്കെ അയച്ചിരുന്നു. ലണ്ടൻ സ്കൂൾ ഓഫ് ബിസിനസ് എന്നൊക്കെ ഒരുപാട് 4-5 ടീം വന്നിട്ടുണ്ട് ഈ കുംഭമേളയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ ഇത്തരത്തിൽ എന്താ പറയുക, ലോകത്തിന് തന്നെ, അതായത് ലോകത്തിന് മുന്നിൽ തന്നെ ഇന്ത്യയുടെ യശസ് ഉയർത്തിയ ഒരു പരിപാടിയായിരുന്നു കുംഭമേള. ഈ 65 കോടി ജനങ്ങൾ അവിടെ വന്നിട്ട് പോയിട്ട് അത്രയും സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കി, അത്രയും എന്താ പറയുക കുറ്റമറ്റ രീതിയിലാണ് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തത്. ഉത്തർപ്രദേശ് സർക്കാർ വെറും 7500 കോടിയാണ് ഇൻവെസ്റ്റ് ചെയ്തത്. അതിന് ഏകദേശം ഉത്തർപ്രദേശിൻ്റെ സർക്കാരിൻ്റെ ഖജനാവിലേക്ക് തന്നെ 3.5 ലക്ഷം കോടി വന്നു. അത് UP അസംബ്ലിയിൽ യോഗി ആദിത്യനാഥ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയും, അതായത് ഖജനാവിലേക്ക് മാത്രം വന്ന തുകയാണത്. അപ്പോൾ അവിടെ ക്രയവിക്രയങ്ങൾ ഏകദേശം 7 ലക്ഷം കോടിയുടെ അടുത്ത് ക്രയവിക്രയങ്ങൾ നടന്നിട്ടുണ്ടാവും. ഇതൊക്കെ പഠിക്കാൻ തന്നിട്ടാണ് ഒരുപാട് എക്കണോമിക്സ്, അതായത് പുറത്തുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കോളേജുകളൊക്കെ ഇതിൻ്റെ അതാണ് ആ ഫൈനാൻഷ്യൽ വേർട്ടിക്കലിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി ഇവിടത്തോട്ട് വരുന്നത്. പിന്നെ അതുമാത്രമല്ല ഒരുപാട് സെലിബ്രിറ്റീസ് ഇവിടെ പങ്കെടുക്കുന്നത്, ഹിന്ദുക്കളല്ലാത്ത സെലിബ്രിറ്റീസ് ഇതിൽ പങ്കെടുക്കുന്നു, ഇതിനെതിരെ പുകഴ്ത്തി പോസ്റ്റ് ഇടുന്നു, അത് ഇൻ്റർനാഷണൽ ലെവൽ ചർച്ച ചെയ്യുന്നു. BBC ഒക്കെ ദിവസങ്ങളോളം ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. ഇതൊന്നും ഈ തള്ളക്ക് പിടിച്ചില്ല. അപ്പോൾ ഇതിനൊക്കെ എതിരെയാണ് ഭയങ്കര എന്താ പറയുക മ്ലേച്ഛമായ രീതിയിൽ താറടിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചത്. പിന്നെ അതുമാത്രമല്ല ഈ ഒരു ഹിന്ദു സമൂഹത്തെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ടാണ് ഈ തള്ള ഇവിടെ പ്രോഗ്രാം ചെയ്യുന്നത്. ഇതൊക്കെ വർഷങ്ങളായിട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രതീഷ് വിശ്വനാഥൻ അടക്കം പരാതിപ്പെട്ടിട്ടുണ്ട്. അതായത് ഈ ഏഷ്യാനെറ്റിനെ ബാൻ ചെയ്യണം എന്നുള്ള രീതിയിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ബാധിക്കുന്നത് രാജീവ് ചന്ദ്രശേഖരനെ തന്നെയാണ്. ഈ രാജീവ് ചന്ദ്രശേഖരൻ, ഞാൻ ആദ്യം പറഞ്ഞ മാതിരി രാജീവ് ചന്ദ്രശേഖരൻ്റെ വലങ്കൈയാണ് പ്രതീഷ് വിശ്വനാഥ്. അപ്പോൾ ആ വലങ്കൈ തന്നെ കേന്ദ്ര സർക്കാരിന് പരാതിപ്പെട്ടിരിക്കുകയാണ് ഏഷ്യാനെറ്റിനെതിരെ. അപ്പോൾ എന്തായാലും എന്താ പറയുക സംസ്ഥാന അധ്യക്ഷനാകാനിരുന്ന രാജീവ് ചന്ദ്രശേഖരൻ്റെ എല്ലാ വഴികളും അടഞ്ഞിരിക്കുകയാണ്, മൊത്തത്തിൽ പാളിയിരിക്കുകയാണ്. അതായത് സ്വന്തം മുതലാളിയെ ഈ തള്ള എന്താ പറയുക കുത്തുപാള എടുപ്പിച്ചു എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പം സംസ്ഥാന അധ്യക്ഷനാവുന്നില്ല ഒരു പ്രതീക്ഷയും രാജീവ് ചന്ദ്രശേഖരന് വേണ്ട. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ BJP അണികൾക്കിടയിൽ അത്ര ശക്തമായ പ്രതിഷേധമുണ്ട്. ഇത് BJP അണികളിൽ മാത്രമല്ല, ഈ ഹിന്ദുക്കളിൽ മൊത്തത്തിലൊരു വികാരം ഉണ്ടായിട്ടുണ്ട് ഏഷ്യാനെറ്റിനെതിരെ. അവർ കാലാകാലങ്ങളായിട്ട് സ്വീകരിക്കുന്നത്, അതായത് ഈ ഹൈന്ദവ വിരുദ്ധ ശരിക്കും ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് BJP അണികളുണ്ടല്ലോ, BJP അണികൾ കട്ട കളിപ്പിലാണ്. ഇദ്ദേഹം എന്താ പറയുക ഇത് ആ തള്ളയെ പുറത്താക്കാതെ എന്താ പറയുക ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ല എന്നാണ് BJP അണികൾ തന്നെ പറയുന്നത്. അത് BJP അണികൾ മാത്രമല്ല, ഈ CPM-ലും കോൺഗ്രസിലെയും ഹൈന്ദവരായ ആൾക്കാർ തന്നെ പറയുന്നത് വളരെ മ്ലേച്ഛമായ രീതിയിൽ ഏഷ്യാനെറ്റ് പെരുമാറിയത്. അത്തരത്തിലൊരു പ്രോഗ്രാം ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ള തരത്തിൽ എന്താ പറയേണ്ടത് ഈ മറ്റു പാർട്ടി CPM-ലെ ഹൈന്ദവരോടും പറയാൻ തുടങ്ങി. അത്തരത്തിൽ എന്താ പറയേണ്ടത് മറ്റു പാർട്ടികളിലുള്ള ആൾക്കാർക്ക് പോലും ഈ ഇത്ര അമർഷം വരണമെങ്കിൽ എന്താ പറയേണ്ടത് അപ്പോൾ ഈ രാജീവ് ചന്ദ്രശേഖർ അതിശക്തമായ നടപടി എടുത്തേ പറ്റൂ. ഇവരൊക്കെ എന്തിനാ പേടിക്കുന്നത്? ഇപ്പോൾ ഇതൊക്കെ ഇയാളുടെ ആക്ഷൻ കാണുമ്പോൾ, ഇയാളുടെ നടപടികളൊക്കെ കാണുമ്പോൾ സിന്ധു സുരകുമാറിനൊക്കെ പേടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് രാജീവ് ചന്ദ്രശേഖർ. എന്തൊരു അവസ്ഥ നോക്കി, ചിലപ്പോൾ പറയാൻ പറ്റില്ല എന്തുകൊണ്ടാണ് ഇവരൊക്കെ പേടിക്കുന്നില്ല. കാര്യം പിന്നീട് പുറത്തു വരികയായിരിക്കും. അതിൻ്റെ ആവശ്യമില്ല, ഈ തളയെ പിടിച്ച് പുറത്താക്കണം. എന്നാൽ മാത്രമേ എന്താ പറയുക ഇയാൾ മുഖം രക്ഷിക്കാൻ പറ്റൂ. സമൂഹത്തിൻ്റെ മധ്യത്തിൽ ഇയാൾക്കൊരു ഒരു മുഖമുണ്ടായിരുന്നു, അത് നഷ്ടപ്പെട്ട അവസ്ഥയാണ്. പ്രത്യേകിച്ച് BJP അണികളിൽ ഇത് എതിരാളികൾ പോലും അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹം മത്സരിക്കുകയാണെങ്കിൽ എതിരാളികൾ പോലും ചർച്ചയാക്കുന്നില്ല കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ ഒരേ ഒരു മാർഗ്ഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് എന്താ ഈ തള്ളയെ ചാനലിൽ നിന്ന് പുറത്താക്കുക. ആ ഒരു നടപടി മാത്രമേ എന്താ പറയുക ഇയാളെ മുഖം രക്ഷിക്കാൻ ഇനി മുന്നിൽ വഴിയുള്ളൂ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.